പറയാല്ലേ ബ്രോ, യാഷിന്റെ ഒക്കെ 50 Shades of Grey 150 Shades of Grey ഒക്കെ കാണണമെങ്കിൽ വന്ന് കണ്ടാൽ മതി. ലാസ്റ്റൊക്കെ നല്ല ഒന്നൊന്നര പടക്കം എന്നൊക്കെ പറഞ്ഞ വെടിയാണോ വെടി വെപ്പാണെന്ന് ഒന്നും മനസ്സിലാവില്ല. ആ ഗീതു മോഹൻദാസിനൊക്കെ കൈ കിട്ടിയെന്നുണ്ടല്ലോ, മറ്റേ ആ കസബയ്ക്ക് മറ്റേ മമ്മൂട്ടി എന്തോ ചെയ്തെന്നും പറഞ്ഞ എന്തൊക്കെയോ പറയുമല്ലോ. എന്നിട്ട് ഇതിൽ എന്താ പണി വെച്ചേക്കണത് ഒന്നും പറയല്ലോ. ഉറക്കമൊക്കെ കളഞ്ഞ് വന്നതാണ് യാഷിനെ കാണാൻ വേണ്ടി. എന്നിട്ട് ഒരുമാതിരി 3 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റില്ല. ഓ പിന്നെ കണ്ടിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ പിന്നെ ഒന്നൊന്നര മുതലാ. സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോ പിന്നെ എന്തൊരു അപരാധമാണോ അതോ വാക്കുകളില്ലാതാക്കി കളയും. ക്ലൈമാക്സ് ഒക്കെ അപരാധമൊക്കെ നമ്മൾ കാട്ടവരാധം എന്നൊക്കെ പറഞ്ഞ കുറഞ്ഞു. വേറെ വല്ല ഡെഫിനിഷൻ വേർഡ്സ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞിന്. ഒന്നും പറയാനില്ല. സന്തോഷം, സമാധാനം. രാവിലെ ഒരു കാര്യമില്ലാതെ കേട്ട് വരേണ്ടിയിരുന്നത്. ടെക്നിക്കൽ വൈസ് പടം കൊള്ളാം, വേറെ ഒന്നുമില്ല. യാഷിന് അയച്ചു കൊടുക്കണം, എന്നിട്ട് പകുതി പൈസ എങ്കിലും തരാൻ പറയണം. 6 ടിക്കറ്റിന്റെ പൈസയിൽ പകുതി എങ്കിലും തന്ന് നമ്മളെ സഹായിക്കണം. ഗീതു ചേച്ചി പണിയില്ല. അപ്പം ഗീതു ചേച്ചിക്കും കൂടെ പകുതി ഗീതു ചേച്ചിയും പകുതി യാഷും രണ്ടുപേരും കൂടെ തന്നാൽ മതി. ഇത് ചേച്ചി പടം ഒരിക്കലും കൂടി കാണാൻ പറയണം. അതാണ് അല്ല, ഞങ്ങളൊക്കെ ഒരു ഫോട്ടോ എടുത്താൽ ഞങ്ങൾ ഫോട്ടോ ഒന്നുകൂടെ നോക്കും കൊള്ളാമോ ഇല്ലെന്ന്. ഇത് നോക്കാതെ എങ്ങനെയാണ് ഈ പടമൊക്കെ ഇറക്കുന്നത് മനസ്സിലാവണില്ല. എന്തെങ്കിലും പോസിറ്റീവായിട്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? പോസിറ്റീവായിട്ട് വീട്ടിൽ പോയി സദ്യ കഴിക്കണം, അത്ര. പടം ഇതിലും മികച്ചത് ഹോളിവുഡുകളിൽ മാത്രം, വേറെ പറയാനായിട്ട് ഒന്നുമില്ല. എന്തെങ്കിലും എന്തിനോ വേണ്ടി ഒരു 3 മണിക്കൂർ കയറിയിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒന്നും പറയാതിരിക്കണത് നല്ലത്. ഭയങ്കര അപരാധം പറഞ്ഞു. ഒരു കഥയും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. 10 പൈസ കൊള്ളത്തില്ല. ഒരു 10 പൈസ പോയിട്ട് 1 പൈസ കൊള്ളത്തില്ല ബ്രോ. നമ്മളിത്ര സമയമല്ല മെനക്കെടുത്തി വന്നിട്ട് സമയം, ഉറക്കം എല്ലാം പോയിട്ട് ഇത്ര രാവിലെ വന്നിട്ട് ഒരു രക്ഷയില്ല. ദീപാവലിക്ക് ഇറക്കേണ്ട സിനിമയായിരുന്നു. അയ്യോ, ഈ സിനിമ ഇറക്കണ്ടിരുന്നു, അതായിരുന്നു നല്ലത്. എന്താണ് ഇതിനകത്ത് ഇത്ര നെഗറ്റീവ്? സ്റ്റോറി ആണോ അതോ മേക്കിംഗ് ആണോ? സ്റ്റോറിയും കൊള്ളത്തില്ല, മേക്കിങ്ങും കൊള്ളത്തില്ല. ബാക്കി ഡയറക്ഷൻ ഇതിനെങ്ങാനും വീട്ടിൽ ഇരുന്ന് സീരിയൽ കണ്ടാ മതി. ഡയറക്ഷൻ ഭയങ്കര മോശം, ഒന്നുമില്ല സിനിമയില്. படம் கொள்ளத்தில்ல, இறங்கி ஓடாது தோதி. எல்லாமே நல்லாதான் இருந்துச்சு. ஆனா ஒன்லி ஆக்ஷன் எல்லாம் படத்துல அடிக்கிறதாவே இருக்கு. വേറെ എതുவும் ഇല്ല. அடி மட்டும் தான் படத்துல, வேற எதுவும் இல்ல. எல்லா அடியும் இருக்கு படத்துல. ஆனா எப்படி இருக்கு പടം? വീട്ടിൽ നല്ല സദ്യം കഴിച്ച് പായസം കഴിച്ച് വീട്ടിൽ ഇരിക്കാം, അത്രേ ഉള്ളൂ. പടത്തില് സ്റ്റണ്ട് മാത്രമേ കൊള്ളാം, ബാക്കി ഒന്നും ഇത്ര പോരാ. പടം കിളിപോയ പടമാണ്. കൊള്ളൂലടെ, സത്യം പറഞ്ഞാൽ പടം കൊള്ളൂല. വെറുതെ സമയം വേസ്റ്റ് ആയതന്നെ. നമ്മൾ വളരെ പ്രതീക്ഷിച്ചാണ് വന്നത്. KGF ആ യാഷിനെ തന്നെ വേറെ ഒരു വട്ടനാക്കി കളഞ്ഞു. സത്യം വർഷത്തിനിടയിൽ കണ്ടതിൽ ഏറ്റവും അപരാധം പടം. അവന്റെ KGF 3 പോലും കാണാൻ പോകാൻ പറ്റില്ല, അങ്ങനത്തെ അപരാധം. എന്തെങ്കിലും പോസിറ്റീവായിട്ട് പറയാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ? പോസിറ്റീവായിട്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? പോസിറ്റീവായിട്ട് ഒന്നുമില്ല. ആ തുടക്കം തൊട്ട് അവസാനം വരെ ദുരന്തം. സെക്സി എന്ന് പറഞ്ഞാൽ സെക്സി, ഇതിലപ്പുറം സെക്സി. കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ഇതിനൊക്കെ എക്സ്പ്രസ് സീരീസ് ഇതിനേക്കാളും നല്ലതാണ്. ഫാമിലി നിർത്തി ഇന്നത്തോടെ കാട്ടവരാധം കണ്ട് കാട്ടവരാധം. എന്തെങ്കിലും പോസിറ്റീവായിട്ട് പറയാനൊന്നുമില്ല. ഒരു ഊമ്പിയ പടം, വെറും ഊമ്പി യാഷിന്റെ പെർഫോമൻസ് ഒക്കെ. ഓ യാഷിന്റെ കളി പെർഫോമൻസ് നല്ല കിളിപോയ യാഷാണ്. കിളിപോയൊന്നുമില്ല ബ്രോ, കിളിയില്ല, കിളി മരിച്ച്. ഞാൻ യാഷിനെ വെറുത്ത്, അത്രേ ഉള്ളൂ. കേൾക്കുന്ന അത്ര ഊക്കിനുള്ള ഒന്നും സാധനം ഇല്ല. ഒരു ആവറേജ് അല്ലെങ്കിൽ കാണാം. പക്ഷെ ഈ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പം ഓവർ മേക്കിംഗ് ഒക്കെ ചെലവാക്കിയിട്ടുണ്ട്. പിന്നെ കുറെ പേര് ഫുള്ള് തിയേറ്ററിൽ ഇരുന്ന് കൂട്ടച്ചിരിയൊക്കെ ആയിരുന്നു. അപ്പം അതൊന്ന് ഇതായിട്ടുണ്ട്.